ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഹൊസെ മൊറീഞ്ഞോ എത്തിയിട്ടുണ്ട്. കലുഷിതമായ റയലിൻ്റെ ഡ്രസ്സിംഗ് റൂമിനെ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ റയൽ മാനേജ്മെൻറ്റ് ഈ പരിശീലകന് പൂർണ്ണ പവർ അനുവദിച്ചു നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതൊക്കെ താരങ്ങളെ കൊണ്ടുവരണം, ഏതൊക്കെ താരങ്ങളെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ അധികാരം ഹൊസെ മൊറീഞ്ഞോക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമർ ഇപ്പോൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ കോപ്പെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് മധ്യനിരയിലേക്ക് ഒരു പുതിയ താരത്തെ കൊണ്ടുവരാൻ ഹൊസെ മൊറീഞ്ഞോ ക്ലബിനോട് ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊറീഞ്ഞോ പല പൊസിഷനുകളും ശക്തിപ്പെടുത്തും എന്നുള്ളത് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു പൊസിഷനാണ് മധ്യനിര. മധ്യനിരയിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരാൻ ഹൊസെ മൊറീഞ്ഞോക്ക് താല്പര്യമുണ്ട്. ആ താരം അത് മോർട്ടൻ ജുൽമാൻഡാണ്. അതായത് പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് സിപിക്ക് വേണ്ടി കളിക്കുന്ന ഡാനിഷ് മധ്യനിര താരമാണ് മോർട്ടൻ ജുൽമാൻഡ്. 26 വയസ്സുള്ള ഈ താരം സമീപകാലത്ത് മികച്ച രൂപത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതുവരെ മൊറീഞ്ഞോ പോർച്ചുഗീസ് ലീഗിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ താരത്തെ അദ്ദേഹം നല്ല രൂപത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. ജുൽമാൻഡിനെ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും കളിക്കുന്ന താരമാണ് മോർട്ടൻ ജുൽമാൻഡ്. 50 മില്യൺ യൂറോ അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പോർച്ചുഗീസ് ലീഗിൽ നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 3 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ മധ്യനിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഡെൻമാർക്കിൻ്റെ ടീമിൽ സ്ഥിരമായി കൊണ്ട് കളിക്കുന്ന ഒരു താരമാണ് മോർട്ടൻ ജുൽമാൻഡ്. അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരുത്ത് പകരുന്ന ഒരു കാര്യമായിരിക്കും. സ്പോർട്ടിംഗ് സിപി അദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും മൊറീഞ്ഞോ ആദ്യത്തെ സൈനിങ് ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജുൽമാൻഡിനെ കൊണ്ടുവരാനാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.